ഈ മാതൃക എനിക്കുണ്ടോ? ഈ മാതൃക നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് പറയാനുണ്ട്? ഉമ്മമാരെ ദ്രോഹിച്ച ചരിത്രം പറയാനുണ്ട്, വാപ്പമാരെ ദ്രോഹിച്ച ചരിത്രം എനിക്ക് പറയാനുണ്ട്. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, വാപ്പാന്റെ പൊരുത്തമില്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എന്റെ ഉമ്മയെപ്പറ്റി എന്റെ വാപ്പയെപ്പറ്റി എന്തു പറയുന്നു നബിയേ? അന്നേരത്ത് മുത്ത് നബി പറയുകയാണ്, നിന്റെ ഉമ്മാടെ മുഖത്ത്, നിന്റെ വാപ്പാടെ മുഖത്ത് നീ സ്നേഹത്തോടെ ഒരു വട്ടം നോക്കിയാൽ നിനക്ക് അല്ലാഹു ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം തരും സഹോദരാ. ആ സഹാബി അത്യാസക്തിയോടെ ആ സഹാബി വീണ്ടും ചോദിച്ചു, നബിയേ, എനിക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നോ? എന്റെ ഉമ്മാടെ മുഖത്തൊരു വട്ടം, എന്റെ ഉപ്പാടെ മുഖത്തൊരു വട്ടം സ്നേഹത്തോടെ നോക്കിയാൽ, അതേ മോനെ, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം നിനക്കു ലഭിക്കുന്നതാണ്. അന്നേരത്തെ ആ സഹാബി ചോദിച്ചു, ഞാനൊരു 100 വട്ടം നോക്കിയാലോ നബിയേ? എന്റെ ഉമ്മാടെ മുഖത്ത്, എന്റെ വാപ്പാടെ മുഖത്ത് സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ഞാനൊരു 100 വട്ടം നോക്കിയാലോ നബിയേ? 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം നിനക്കു ലഭിക്കും സഹോദരാ. ഫ്ലൈറ്റിൽ കയറണ്ട, വിസ അടിക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട, ജിദ്ദയിൽ എയർപോർട്ടിൽ പോയിറങ്ങണ്ട. നിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന, നിന്റെ വീട്ടിന്റെ അടുക്കളയിൽ കരിക്കലത്തോട് മല്ലടിക്കുന്ന, അടുക്കളയിൽ അടുപ്പിനോട് മല്ലടിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് വേണ്ടി രാവില്ലാതെ പകലില്ലാതെ പാടത്തും പറമ്പത്തും അധ്വാനിച്ച് എത്രയോ വർഷക്കാലം പ്രവാസിയായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പോയി കിടന്ന് കഠിനാധ്വാനം നടത്തി. വാപ്പ പഠിച്ചിട്ടില്ല, എന്റെ മകൻ പഠിക്കണം, വാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും എന്റെ മക്കൾ കഴിക്കണം എന്നാഗ്രഹിച്ച് അല്ലലും മലട്ടലുമില്ലാതെ, ഒരു വിഷമവും മക്കളെ അറിയിക്കാതെ പോറ്റി വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, നീ കാണാൻ വെറുക്കുന്ന 2 മുഖങ്ങളാണ്. പുതിയ തലമുറയിലെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം കാമുകിയുടെ മുഖമാണ്, ബോയ് ഫ്രണ്ട്സിന്റെ മുഖമാണ്, ക്ലാസ്മേറ്റിന്റെ മുഖമാണ്. ഏറ്റവും വെറുപ്പുള്ള 2 മുഖങ്ങൾ ഉമ്മയുടെ മുഖമാണ്, വാപ്പയുടെ മുഖമാണ്. വീട്ടിൽ നിന്ന് ഫോൺ വന്നാൽ ഒരു കുഞ്ഞിന്റെ മുഖത്തെ ആ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാകും അവന്റെ ഉമ്മയാണ് ഫോൺ വിളിച്ചതെന്ന്. ശ്രദ്ധിച്ചു കേൾക്കും. ഒരു പയ്യനൊരു 10, 14, 15 വയസ്സായ പിള്ളേരെ പെട്ട ഏതെങ്കിലും ഒരു ചെറുക്കനെ ഫോൺ വന്നാലേ അവന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നെങ്കിൽ അത് അവന്റെ ആ മുഖത്തുള്ള ആ എക്സ്പ്രഷൻസുകളിൽ നിന്ന് മനസ്സിലാവും അവന്റെ ഉമ്മയാ വിളിച്ച. ഓ, കിളവിക്ക് വരെ നേരം. ഹലോ, വാപ്പായ വിളിച്ചെങ്കിൽ അതും അറിയാൻ പറ്റും. കിളവന് വരെ ഹലോ, രണ്ടും അറിയാൻ പറ്റും. അവളാണ് വിളിച്ചെങ്കിലോ, ഹലോ, ഓ എവിടെ നിൽക്കുക, ഓ എന്ത് കാണണല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വാസ്തവല്ലേ? അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മാനോട് നീ ദേഷ്യപ്പെടുമ്പോൾ അള്ളാഹു നിനക്കെതിരെ ദേഷ്യപ്പെടും. അള്ളാഹു ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാകും. മലക്കുകൾ ശപിക്കും, ഔലിയാക്കളുടെ, അംബിയാ മുർസലീങ്ങളുടെ ആത്മാവുകൾ ശപിക്കും എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. കാരണം ഉഖൂഖുൽ വാലിദൈനി മിൻ അക്ബറിൽ കബായിർ. മുത്തുനബി പഠിപ്പിച്ചു, നിന്റെ ഉമ്മാക്ക് ദ്രോഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണ്, വൻപാപങ്ങളിൽ പെട്ടതാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾ എത്ര നിസ്കാരക്കാരായാലും, നിങ്ങൾ എത്ര നോമ്പ് പിടിക്കുന്ന ആളുകളായാലും, നിങ്ങൾ എത്ര ഘോരഘോരം പ്രസംഗിക്കുന്ന മുസ്ലിയാരായാലും, മുസ്ലിയാരെ നിങ്ങളുടെ പ്രസംഗത്തിന് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാകണോ? ചില ആളുകൾ നമ്മുടെ നാട്ടില് നല്ല ആളുകളാണ്, അവർക്ക് ആൾക്കാർക്ക് മുഴുവനും അവര് നല്ല ആളുകളാണ്, അവരെ പോലെ ഔദാര്യം ചെയ്യുന്ന ആളുകളില്ല. എല്ലാവർക്കും അവര് സഹായമാണ്. ആര് സഹായം ചോദിച്ചു എന്നാൽ അവര് മടക്കൂല, അവര് കൊടുക്കും, കൈ അയച്ചു കൊടുക്കും, എല്ലാം കൊടുക്കും, എല്ലാം കൊടുക്കും അവർക്ക്. പക്ഷേ അവരുടെ വാപ്പാരടുത്ത് അവർ മിണ്ടൂല, ഉമ്മാടുത്ത് മിണ്ടൂല. പണ്ടാരോ പറഞ്ഞു, ഈ ഒരാള് ടോയ്ലറ്റിൽ പോയി കുളത്തിന്റെ അടുത്ത് പിണങ്ങി, അയാള് കഴുകാൻ പോയില്ല. എന്താണ് സംഭവിക്കുക? മനസ്സിലായോ? ആർക്കാണ് നാറുക? അയാൾക്ക് നാറും. ഇതുപോലാണ്. നിങ്ങൾ ഇനി എത്ര അമട്ടൻ സെറ്റപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളെ നിസ്കാരമൊക്കെ റബ്ബിന്റെ അടുക്കലേക്ക് ഉയരണമെങ്കിൽ നിങ്ങളുടെ ഉമ്മാടെ വാപ്പാടെ പൊരുത്തം വേണമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മാന്റെ പൊരുത്തം വേണം, വാപ്പാന്റെ പൊരുത്തം വേണം. പലപ്പോഴും പല ചെറുപ്പക്കാരെന്നോട് പലവട്ടോലും പരാതിയാണ്, ഉസ്താദേ ഞാനൊരു പെണ്ണ് കെട്ടിയതാണ്, അന്ന് മുതൽ വീട്ടിൽ പ്രശ്നമാണ്, ഉമ്മ അവളുമായിട്ട് ഒത്തുപോകണില്ല, ഉമ്മ അവളുമായിട്ട് ഒത്തുപോണില്ല, പ്രശ്നമാണെന്ന് വീട്ടില്, എപ്പോഴും പ്രശ്നമാണെന്ന്. അങ്ങനെ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും കുറെ ചെറുപ്പക്കാരായ പിള്ളേർക്ക് പരാതി പറയാൻ. കാരണം എന്താണെന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ 26 വയസ്സുവരെ അവനും ആഹാരം കൊടുത്തിരുന്ന ആരാ? ഉമ്മയാണ്. അവൻ ഉമ്മ എന്റെ പാന്റ് എവിടെ അമ്മ? അവൻ ആരെടുത്താ പാന്റ് ചോദിക്കുക? അവന്റെ ഉമ്മ അടുത്താ. പിള്ളേര് പാന്റ് ചോദിക്കുന്നത്, പിന്നെ ബനിയൻ ചോദിക്കുന്നത്, പിന്നെ ഡാഷ് ചോദിക്കുന്നത്, എല്ലാം ഉമ്മ അടുത്താണ്. ഉമ്മ എവിടെ എന്റെ ഡാഷ്? വിളിച്ചു ചോദിക്കും. ഉമ്മ അതാ. എല്ലായിടത്തും കൊടുക്കുന്നത് ഉമ്മയാണ്. വരുമ്പോ ആഹാരം കൊടുക്കുന്നത് ഉമ്മയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നൊരു മകനെ ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ അവളടുത്താണ് എല്ലാം ചോദിക്കുക. അത് ചില ഉമ്മമാർക്ക് ഇഷ്ടപ്പെടൂല. അത് അവരുടെ സ്വാർത്ഥതയാണ്. താൻ പ്രസവിച്ചതാണ് മോനെ, താൻ വളർത്തിയതാണ് മോനെ. ആ സ്വാർത്ഥത എല്ലാ ഉമ്മാക്കും എല്ലാ വാപ്പാക്കും ഉണ്ടാകും. അത് നാച്ചുറലി സ്വാഭാവികമാണ്. അതിന് സൈക്കോ പ്രോബ്ലം ആണ് അതൊക്കെ. അത് നമ്മള് ആ നിലയിൽ ട്രീറ്റ് ചെയ്താലേ അത് മാറുള്ളൂ. അതിന് പെണ്ണെന്തു വേണം? പെണ്ണ് ചിന്തിക്കണം, പടച്ചവനെ എന്റെ ഭർത്താവിന്റെ സ്വർഗമാണത്. ബോധമുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലേ ഉമ്മമാരോട് അത് സ്വന്തം ഉമ്മയാണ്. സ്വന്തം ഉമ്മ ചീത്ത പറഞ്ഞ ആരെങ്കിലും പറയോ? നാട്ടുകാരടുത്ത് എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയോ? സ്വന്തം ഉമ്മ തല്ലിയാല് പറയോ? എന്റെ ഉമ്മ എന്നെ തല്ലി എന്ന് പറയോ? മോശമല്ലേ? അപ്പോ എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങൾ നിങ്ങളെ സ്വന്തം ഉമ്മയെ പോലെ കാണണം. അപ്പൊ ആ ഉമ്മ ചീത്ത പറഞ്ഞാ നിങ്ങൾ സഹിക്കണം, ആ ഉമ്മ തല്ലിയാൽ നിങ്ങൾ കൊള്ളണം. എന്റെ ഉമ്മയാണ്, എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ ഉമ്മയാണ്, എന്റെ ഭർത്താവിന്റെ സ്വർഗമാണ്, എന്റെ ഭർത്താവിന്റെ വിജയമാണ്, എന്റെ ഭർത്താവിന്റെ നിസ്കാരം, എന്റെ ഭർത്താവിന്റെ ഹജ്ജ്, എന്റെ ഭർത്താവിന്റെ നോമ്പ്, അത് അല്ലാഹു സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ആ ഉമ്മാനെ സന്തോഷിപ്പിക്കണം. അതിനെന്തൊക്കെ വേണം അത് മുഴുവനും നിങ്ങൾ ചെയ്യണേ. അല്ലാതെ ഉമ്മാനെ കുറ്റപ്പെടുത്തി, ഉമ്മാനെ വിഷമിപ്പിച്ച്, ഉമ്മാനെ വേദനിപ്പിച്ച്, നിങ്ങളെ നാട്ടുകാരെ കൊണ്ട് പറയിച്ച്, നിങ്ങളെ ബന്ധുക്കളോട് പറഞ്ഞ് ഒരു ഉമ്മാന്റെ കൽബ് വേദനിച്ച് നിങ്ങൾ സ്വസ്ഥമായി ജീവിച്ചാൽ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും കുറച്ചു കാലം. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മമാരെ വാപ്പമാരെ ദ്രോഹിച്ചാൽ അല്ലാഹു തആല ദുനിയാവി വെച്ചും പണി തരും, ആഖിറത്തി വെച്ചും പണി തരും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ദുനിയാവി വെച്ചും പണി തരും, ആഖിറത്തി വെച്ചും പണി തരും. ദുനിയാവി വെച്ച് അമട്ടം പണി തരും. അമട്ടം പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയോ അതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പെരുമാറുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്.
ഇത് സഹോദരങ്ങളെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചു. മഹാനായ അലി ഇബ്നു അബി താലിബ്, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ 4 മാലിക് ഇബ്നു ദീനാറുമാരെ കാണാം. അതിൽ പ്രമുഖനായ ഒരു മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഹജ്ജിന് പോയി കഅബാലയത്തിന്റെ ചാരത്തിരിക്കുകയാണ്. അന്നേരത്തെ മഹാനവറുകൾ ആലോചിച്ചു പോയി, പടച്ചവനെ വർഷാവർഷം എത്ര ആളുകളാണ് ഹജ്ജിന് വരുന്നത്? അബുൽ ഫറജ് ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനാണ് അബുൽ ഫറജ് ഇബ്നുൽ ജൗസി. മഹാൻ ഉദ്ധരിക്കുകയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കഅബാലയത്തിന്റെ ചാരത്തിരുന്നിട്ട് ആലോചിക്കുകയാണ്, പടച്ചവനെ എത്ര ലക്ഷം ആളുകളാണ് വർഷാവർഷം ഹജ്ജിന് വരുന്നത്? ഇവരിൽ എത്ര ആളുകളുടെ ഹജ്ജ് നീ സ്വീകരിക്കും റബ്ബേ? ഇത് ചിന്തിച്ച് മഹാനവറുകൾ അവിടെ ഇരുന്നപ്പോൾ അതാ ഒരു മയക്കം രൂപപ്പെടുകയാണ്. ആ മയക്കത്തിൽ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, ഒരു കർമ്മവും അല്ലാഹു കബൂലാക്കിയിട്ടില്ല. ഞെട്ടി ഉണർന്നു പോയി, പടച്ചവനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആലോചിച്ചു പോയി, എത്ര ആളുകളാണ് ഹജ്ജിന് വരുന്നത്? ഇവരിൽ ആരെയൊക്കെ റബ്ബ് സ്വീകരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ചത് മോശമായി പോയോ? അതിന്റെ ഗുരുത്തക്കേട് കൊണ്ട് പടച്ചവൻ എന്റെ ഹജ്ജ് കബൂലാക്കാത്തതാണോ? വിഷമിച്ചിരിക്കുമ്പോൾ അരശരീരി കേൾക്കുകയാണ്, നിങ്ങളുടെ ഹജ്ജിനെ പറ്റിയല്ല പറഞ്ഞത്, ഖുറാസാൻകാരനായ മുഹമ്മദ് ഇബ്നു ഹാറൂനിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉടനെ പിടഞ്ഞെഴുന്നേറ്റു നേരെ ഓടുകയാണ്, ഖുറാസാനികളുടെ ടെന്റിന്റെ ഭാഗത്തേക്ക് പോകുകയാണ്. അല്ല ഖുറാസാനികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ? അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ജനങ്ങൾ പറഞ്ഞു, ആരാ? നിങ്ങൾ എവിടുത്തുകാരനാണ്? മുഹമ്മദ് ഇബ്നു ഹാറൂനെ അറിയാത്ത ഖുറാസാനികൾ ആരെങ്കിലും ഉണ്ടോ? ആരാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ എന്നറിയുമോ? 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ്, 40 ഹജ്ജ് ചെയ്തിട്ടുള്ളയാളാണ്. എങ്ങനെ? 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ്, 40 ഹജ്ജ് ചെയ്തിട്ടുള്ളയാളാണ്. പോരാ, എല്ലാ പെരുന്നാളുകൾ ഒഴിച്ചാൽ, 60 ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി 300 ദിവസവും അദ്ദേഹത്തിന്റെ രാവും പകലും, രാവ് മുഴുവനും നിസ്കാരം, പകല് മുഴുവനും നോമ്പ്. ഒരു വർഷത്തിൽ 300 ദിവസവും നോമ്പുകാരനാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ. ഒരു ദിവസത്തിൽ രാത്രി മുഴുവനും നിസ്കാരാണ്, നിന്ന് നിസ്കാരം. അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങൾ അറിയില്ലാന്നോ? 40 കൊല്ലായിട്ട് മക്കയിൽ താമസിക്കുന്ന ആളാണ്. നേരത്തെ അവരോട് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. നേരത്തെ മഹാനോട് പറഞ്ഞു, ആ കാണുന്ന വിദൂരതയിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ, അവിടെ ഒരു മനുഷ്യൻ ഏകാന്തനായിരുന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ടാകാം. ഒരു ഇരുട്ടിൽ ആരും കാണാത്തൊരു ഭാഗത്ത് പോയി മറഞ്ഞിരുന്ന ഇബാദത്താണ് അദ്ദേഹത്തിന്റെ ജോലി. രാത്രിയിൽ ഉറക്കമില്ല, രാത്രിയിൽ നിസ്കാരം, രാത്രിയിൽ നിന്നു നിസ്കാരം, ഒരു കറാഹത്ത് പോലും ചെയ്യാറില്ല, ഒരു ഹറാം അനുഷ്ഠിക്കാറില്ല. അങ്ങനെയുള്ളൊരു മഹാനോ മുഹമ്മദ് ഇബ്നു ഹാറൂൻ അൽ ഖുറാസാനി. അതെയോ? എന്നാൽ അദ്ദേഹത്തിന്റെ ചാരത്തിലേക്ക് പോകണമല്ലോ. നേരെ പോയപ്പോൾ അദ്ദേഹം നിസ്കാരത്തിലാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുദീർഘമായ നിസ്കാരമാണ്, റുകൂഅ് സുദീർഘമാണ്, ഖിയാമു സുദീർഘമാണ്, സുജൂദ് സുദീർഘമാണ്, സുദീർഘമായ നിസ്കാരം, പാതിരാത്രി സമയമാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ആ സമയത്ത് മഹാനായ മുഹമ്മദ് ഇബ്നു ഹാറൂൻ അൽ ഖുറാസാനിയോട് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചെന്നിട്ട് സലാം പറയുകയാണ്.
സലാം പറഞ്ഞപ്പോ ചോദിച്ചു, ആരാണ്? അന മാലിക് ഇബ്നു ദീനാർ. മറുപടി പറഞ്ഞു, ഞാൻ മാലിക് ഇബ്നു ദീനാറാണ്. അൽ ആലിം അസ്സാഹിദ്, അറിയപ്പെട്ട ആലിമായ സാഹിദായ മാലിക് ഇബ്നു ദീനാർ തങ്ങളാണോ? മഹാൻ പറഞ്ഞു, അൽ ആലിം ഹുവല്ലാഹ് വസ്സാഹിദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മഹാൻ പറയാണ്, എളിമയുടെ വർത്തമാനം പറഞ്ഞു. ഞാൻ സാഹിദല്ല, ആലിമല്ല. അന്ന് ഏറ്റവും അറിയപ്പെട്ട ആബിദും സാഹിദുമായ മനുഷ്യനാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ. ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ മഹാനാണ്. ആ മഹാനെ ഇയാൾക്കറിയാം, മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ഖുറാസാനിക്ക് അറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്, അൽ ആലിമു സാഹിദ്, അറിയപ്പെട്ട സാഹിദായ ആലിമായ മാലിക് ഇബ്നു ദീനാറാണോ? അപ്പോൾ മഹാൻ എളിമയുടെ വർത്തമാനം, വിനയത്തിന്റെ വർത്തമാനം പറഞ്ഞു. അൽ ആലിമു ഹുവല്ലാഹ്, പടച്ചവനാണ് ഏറ്റവും വലിയ ആലിമ്. വസ്സാഹിദു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, രാജാധികാരം കിട്ടിയിട്ടും കീറപ്പായയിൽ കിടന്നുറങ്ങിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വിശാലമാണ്. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചകനായൊരു ദിർഹവുമില്ലെന്നോ. ആ ചരിത്രം പറയുന്ന മഹാനാരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ്. രാജാവായിരുന്നിട്ടും കീറപ്പായിൽ കിടന്നുറങ്ങിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അതുകൊണ്ട് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ എളിമയുടെ വർത്തമാനം പറയാണ്, ഞാനല്ല സാഹിദ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ് സാഹിദെന്ന്. ഇനി എന്താ വന്നത് പറയൂ. അപ്പോൾ പറയുകയാണ്, കൊല്ലം ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു കർമ്മവും റബ്ബ് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വന്ന് പറയുന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, യാ വൈലത്താ യാ വൈലത്താ യാ വൈലത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്റെ നാശമേ. നിലവിളിക്കുകയാണ് നിലവിളിക്കുകയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതെന്തു പറ്റിയതാണ്? നിങ്ങൾ 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ്, 40 ഹജ്ജ് ചെയ്തയാളാണ്, പകല് മുഴുവനും നോമ്പുകാരനാണ്, രാത്രി മുഴുവനും നിസ്കാരക്കാരനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതെന്തു പറ്റിയതാണ്? നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാതിരിക്കാൻ കാരണമെന്താണ്? അന്നേരത്തെ മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ഖുറാസാനിയായ സഹോദരൻ പറയുകയാണ്, ഒരു ശഅബാൻ 29ന്റെ രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നു. മദ്യപിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ വൃദ്ധയായ മാതാവ് അന്ന് റമദാനാണ്, നാളെ റമദാനാണ്, ഇന്ന് ശഅബാൻ 29ന്റെ രാത്രിയാണ്. തന്റെ മകന് വേണ്ടി നാളത്തെ റമദാന് നോമ്പെടുക്കാൻ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ച് കാത്തിരുന്ന രാത്രിയിൽ കള്ളുകുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എടാ നശിച്ച മകനേ, നാളെ റമദാനാണടാ, നീ ഇന്ന് കുടിച്ചെന്റെ വീട്ടിലേക്ക് കടന്നു വന്നല്ലടാ, നാളെ ലോക മുസ്ലിമീങ്ങൾക്ക് റമദാനാണല്ലടാ, എന്തിനാണ് നീ മദ്യപിച്ച് ലക്ക് കെട്ടന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്? എനിക്ക് ദേഷ്യമായി, എന്റെ മാതാവിനോട് എനിക്ക് പെരുത്ത വെറുപ്പായി. ഞാൻ എന്റെ ഉമ്മാനെ മർദ്ദിക്കുകയാണ്. എന്റെ ഉമ്മാന്റെ അവശതയുള്ള കൈകളിൽ ബലിഷ്ഠമായ എന്റെ കരങ്ങൾ അമർന്നു. ഞാൻ ഉമ്മാനെ അകത്തളത്തിലോട്ട് വലിച്ചൊരേറ് വെച്ചു കൊടുത്തു. എന്റെ ഉമ്മ അകത്തളങ്ങളിൽ ആർത്തട്ടഹാസം മുഴക്കി പോയി വീഴുകയാണ്. ഉമ്മാക്ക് വേദനിച്ച് നിലവിളിച്ചു പോയി. ഉമ്മ അകത്തോട്ട് പോയി വീണുപോയി. എന്റെ എളാപ്പയുടെ മകള് വീട്ടിലുണ്ടായിരുന്നു. ഒരു റൂം
ഓപ്പൺ ആക്കിയിട്ട് എന്നെ ആ റൂമിലേക്ക് തള്ളിയിട്ട് അവള് ലോക്ക് ചെയ്തു ഡോറ്. അവൾക്ക് മനസ്സിലായി പന്തികേടാണ്. എന്നെ അവള് തള്ളിയിട്ടു, ഡോറ് ലോക്ക് ചെയ്തു. ഞാൻ അവിടെ കിടന്നു. എനിക്ക് രാത്രിയിൽ എപ്പോഴോ ബോധം വന്നു. എനിക്ക് ബോധം വന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ വാതിലിൽ മുട്ടി. വാതിൽ അവള് തുറക്കുന്നില്ല. എന്റെ എളാപ്പയുടെ മകൾ എന്നോട് പിണങ്ങി വർത്തമാനം പറയുകയാണ്. ഞാൻ ചോദിച്ചു, മാഹാദിഹിൽ ജഫുവ, ഇതെന്തൊരു പിണക്കമാണ് പെണ്ണേ? നീ എന്നോട് നല്ല നിലയിൽ പെരുമാറാറുള്ള പെണ്ണല്ലേ, എന്താണ് ഈ വാതിൽ തുറക്കാത്തത്? അന്നേരത്താ പെണ്ണ് പറയുകയാണ്, എടാ നീ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനാണ്. നീ ലോകം കണ്ട ഏറ്റവും വലിയ ദുഷ്ടനായ മനുഷ്യനാണ്. കാരണം നീ നിന്റെ ഉമ്മാനെ കത്തിച്ചു കൊന്നു കളഞ്ഞവനാണ്. ഇത് കേൾക്കേണ്ട താമസം ഞാൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അത് തുറക്കാൻ കാത്തു നിന്നില്ല. ഞാൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചു പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരത്ത് ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ അടുപ്പത്തിന്റെ ഉമ്മ കത്തി മരിച്ചു കിടക്കുകയാണ്. നീ വലിച്ചെറിഞ്ഞപ്പോൾ നിന്റെ മാതാവ് പോയി വീണത് അടുപ്പിലാണ്. ഉമ്മയുടെ ശരീരത്തിലേക്ക് ആളി തീ കത്തുകയാണ്. വസ്ത്രത്തിൽ പടർന്ന തീ ശരീരം മുഴുവനും ആളിക്കത്തി. നിന്റെ മാതാവ് മരിച്ചു പോയിരിക്കുകയാണ്. നീ നിന്റെ ഉമ്മാനെ കൊന്നവനാണ്. ഇന്ന് റമദാൻ ഒന്നാണ്. ലോക മുസ്ലിമീങ്ങൾക്കുമേൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ, കടാക്ഷങ്ങൾ തുറക്കുന്ന രാത്രിയാണ്. പക്ഷേ നീ ഇന്ന് പടച്ചവന്റെ അദാബേൽക്കുന്ന മനുഷ്യനാണ്. എന്റെ എളാപ്പയുടെ മകൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്ത് പോയി നോക്കി. എന്റെ ഉമ്മാന്റെ ജനാസ കിടക്കുകയാണ്. കത്തിക്കരിഞ്ഞ ജനാസ കിടക്കുകയാണ്. ഞാൻ എന്റെ അകത്തളത്തിൽ കയറി. എന്റെ അരയിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുള്ള എന്റെ വലിയ വാള് ഞാൻ എന്റെ അരമനയിൽ നിന്നെടുത്തു. എന്റെ ഉമ്മാനെ വലിച്ചെറിഞ്ഞ എന്റെ വലത്തെ കൈ വീടിന്റെ കട്ടിളയുടെ പുറത്തു വെച്ചു. ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് വെട്ടിമുറിച്ചു. എന്റെ കൈകൾ നിലത്ത് വീണ് പിടഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചിരുന്ന 70,000 ദീനാർ, ആ 70,000 ദീനാർ എടുത്ത് ഖുറാസാനിന്റെ തെരുവിലേക്ക് ഞാൻ ഓടി. പാതിരാത്രി സമയത്ത് ഫുഖറാക്കളായ മിസ്കീന്മാരായ ആളുകൾ ഉറങ്ങുന്ന ഖുറാസാനിന്റെ തെരുവിലേക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ച 70,000 ദീനാർ അത് മുഴുവനും ഞാൻ അവർക്ക് വിതരണം ചെയ്തു കൊടുത്തു. എന്നിട്ടൊരൊറ്റ യാത്രയാണ് ഇലാ ബൈത്തില്ലാഹി ശരീഫ്, ഇലാ ഹറമില്ലാഹി ശരീഫ്. എന്റെ പടച്ചവന്റെ ഹറമിലേക്ക് ഞാൻ വന്നു. 40 വർഷമായി ഞാൻ ഇവിടെ 40 വർഷമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. ഓരോ വർഷവും എന്റെ ചാരത്തേക്ക് ഓരോ മഹാന്മാര് വരും. അവര് പറയും, നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു തൗബയും അല്ലാഹു കബൂലാക്കിയിട്ടില്ല. എല്ലാ വർഷവും അതാത് കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന നല്ല മഹാന്മാരായ ആളുകൾ എന്റെ ചാരത്ത് വന്നിട്ടത് പറയാറുണ്ടേ. ഇത്തവണ അത് പറയാൻ വന്നയാള് നിങ്ങളാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, എടാ ദുഷ്ടനായ മനുഷ്യ, ഉമ്മാനെ കത്തിച്ചു കൊന്നു കളഞ്ഞവരെ, നിനക്ക് ദുനിയാവ് മുഴുക്കയും അങ്ങ് കത്തിക്കാമായിരുന്നില്ലേടാ. ഒരു നിമിഷം പോലും നിന്റെ അരികിൽ ഞാൻ ഇനി നിൽക്കുകയില്ല. നീ 40 അല്ല, 400 അല്ല, 4000 കൊല്ലം ഹജ്ജ് ചെയ്താലും നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. റമദാനിലെ 1-ാമത്തെ രാവിൽ, ശഅബാനിന്റെ 29ന്റെ രാത്രിയിൽ ഉമ്മാനെ കത്തിച്ചു കൊന്നുകളഞ്ഞവനാണ് നീ. കള്ളുകുടിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ തെമ്മാടിത്തരം കാണിച്ച നിന്റെ സവിധത്തിൽ നിന്നാൽ അല്ലാഹുവിന്റെ അദാബ് എനിക്കും ഇറങ്ങും. അതുകൊണ്ട് ഞാനിനിയില്ല, നിന്റെ സവിധത്തിൽ ഞാനൊരു സമയം പോലെ നിൽക്കുന്നില്ല, ഞാൻ പോകുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, അനീസി ഇൻദ വഹദതി റഫീഖി ഇൻദ സല്ലതി.
ആരാണ് എനിക്ക് അഭയം തരുന്നത് പടച്ചവനെ? ആരാണ് എന്റെ തൗബ സ്വീകരിക്കാൻ പടച്ചവനെ? ഞാൻ എത്ര വാതിലുകളിൽ മുട്ടി. ഞാൻ 40 കൊല്ലമായി മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ എന്റെ ഉമ്മാനെ കത്തിച്ചു, ശരിയാണ്. പക്ഷേ 40 കൊല്ലമായി ഞാൻ എന്റെ റബ്ബിനോട് തൗബ ചെയ്യുന്നു. അല്ല ഇതുവരെ എന്റെ തൗബ സ്വീകരിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷം ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു ഹറാമ് ചെയ്തിട്ടില്ല. എന്റെ ജീവിതം മുഴുവനും നോമ്പാണ്, എന്റെ ജീവിതം മുഴുവനും നിസ്കാരമാണ്. പക്ഷേ എന്റെ ഒരൊറ്റ അമലും അല്ലാഹു കബൂലാക്കിയിട്ടില്ല. പടച്ചവനെ, പടച്ചവനെ, ഇനി ഞാൻ എന്തു ചെയ്യാനാണ്? ആരുടെ വാതിൽക്കൽ പോയി മുട്ടാനാണ്? ആരാണ് എനിക്ക് തൗബ ചെയ്യുക? ആരാണ് എനിക്ക് തൗബ ചെയ്യുക? ആ മനുഷ്യൻ നിലത്ത് കിടന്നുരുളുകയാണ്. തറയിൽ കിടന്ന മണ്ണുവാരി തലയിലിട്ടിട്ട് നിലവിളിക്കുകയാണ്. അനീസി ഇൻദ വഹദതി റഫീഖി ഇൻദ സല്ലതി. പടച്ചവനെ, നിന്റെ കരുണയുടെ കിരണങ്ങൾ അസ്തമിച്ചു പോയോ തമ്പുരാനെ? നിന്റെ കരുണയുടെ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോയോ റബ്ബേ? എല്ലാ വർഷവും മഹാന്മാര് കടന്നു വന്നിട്ട് എന്നെ ശപിക്കുകയാണ്. എന്റെ ഇബാദത്ത് മുഴുവനും ഹലാക്കിലായി പോയല്ല റബ്ബേ. സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന സംഭവമാണ്. മഹാൻ പറയുകയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങളേറെ വിഷണ്ണനായി, ദുഃഖിതനായി അതാ കഅബാലയത്തിന്റെ ചാരത്തേക്ക് മടങ്ങിപ്പോകുകയാണ്. പടച്ചവനെ, ഇതെന്തൊരു കഥയാണ്, ഇതെന്തൊരു സംഭവമാണ്, ഇതെന്തൊരു ഖിസ്സയാണ് എന്ന് ചിന്തിച്ച് കഅബാലയത്തിന്റെ ചാരത്ത് പോയി വിശ്രമിക്കുമ്പോൾ വീണ്ടും ഒരു മയക്കം പിടികൂടുകയാണ്. ആ മയക്കത്തിൽ ഒരു മനോഹരമായ പ്രകാശം വരികയാണ്. ആ പ്രകാശത്തിന് നടുവിൽ പാൽനിലാവ് പോലെ പുഞ്ചിരി തൂകിക്കൊണ്ടൊരു പൂമുഖം കടന്നു വരികയാണ്. യാ മാലിക് ഇബ്നു ദീനാർ ലിമാദാ തുഖന്നിത്തിൻ നാസ മിൻ റഹ്മത്തില്ലാഹ്. ഓ മാലിക് ഇബ്നു ദീനാറേ, എന്തിനാണ് ജനങ്ങളെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആറ്റിക്കളയുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ജനങ്ങളെ എന്തിനാണ് ആശ മുറിച്ചു കളയുന്നത്? മാലിക് ഇബ്നു ദീനാറേ, ആരാണ് കടന്നു വന്നത്? ആരാണ് കടന്നു വന്നത്? ആ മനുഷ്യനോട് പോയിട്ട് പറയണം, അയാളുടെ സുഹൃതങ്ങൾ അല്ലാഹു കബൂലാക്കി എന്ന് പറയണം. പക്ഷേ അയാളൊരു 3 ദിവസക്കാലം നരകത്തിൽ കിടക്കേണ്ടി വരും. 3-ാമത്തെ ദിവസം അയാളുടെ മാതാവ് നരകത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് തന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അയാളോട് പറയൂ. അയാളുടെ സുഹൃതങ്ങൾ അല്ലാഹു കബൂലാക്കി എന്ന് പറയൂ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഒരൊറ്റ ഓട്ടമാണ്. മുഹമ്മദ് ഇബ്നു ഹാറൂൻ എന്ന ഖുറാസാനിയോട് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു, നിങ്ങളുടെ സുഹൃതങ്ങൾ അല്ലാഹു കബൂലാക്കി. പക്ഷേ ഒരു 3 ദിവസക്കാലം നിങ്ങൾക്ക് നരകത്തിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ 3-ാമത്തെ ദിവസം നിങ്ങളുടെ ഉമ്മാന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകും. ഈ വാർത്ത അങ്ങ് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ആർത്തട്ടഹാസം മുഴക്കി ആ മനുഷ്യൻ യാത്രയാകുകയാണ്. മുഹമ്മദ് ഇബ്നു ഹാറൂൻ ഖുറാസാനിയെ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ നേതൃത്വത്തിൽ മറമാടുകയാണ്. അതുകൊണ്ട് പുതിയ യുവത്വമേ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാരാണ്? ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, ഔ റസൂലോം സേ അലാ ഹമാരാ നബി, ഔ റസൂലോം സേ അലാ ഹമാരാ നബി.
പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് ആ സ്വപ്ന സന്ദേശവുമായി കടന്നു വന്നത്. സഹോദരങ്ങളെ, ഇതെനിക്ക് പാഠമാണ്, നിങ്ങൾക്ക് പാഠമാണ്. മാതാവിനെ ദ്രോഹിക്കുന്ന, പിതാവിനെ ദ്രോഹിക്കുന്ന പുതിയ തലമുറയിലെ മക്കളെ, എനിക്കും നിങ്ങൾക്കും ഇത് പാഠമാണ്. എനിക്ക് രക്ഷ വേണമോ? നിങ്ങൾക്ക് രക്ഷ വേണമോ? ഉമ്മാടെ തൃപ്തി, വാപ്പാടെ തൃപ്തി ഞാൻ കരഗതമാക്കണം, നിങ്ങൾ കരഗതമാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ.